ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് റെമഡി പറഞ്ഞു തരാം. അതിൻ്റെ ഒപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കൂടെ ഒന്ന് നോക്കിയിട്ട് ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം വെറും സംസാരം മാത്രമായാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കറണ്ട് എനർജിയും കൂടെ ഒന്ന് നോക്കാമെന്ന്. ഓക്കെ, അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതി എന്താണെന്നൊക്കെ. ലൈക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വോയിസ് ഓവർ വേണമെങ്കിൽ അതുമൊക്കെ ആയിട്ട് ലൈക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്തിട്ട് മെഡിറ്റേറ്റ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ ശബ്ദമില്ലാത്ത സമയത്ത്, ഏറ്റവും ശബ്ദം കുറവ് ഉള്ള സമയത്ത് എണീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ കുളിച്ചിട്ട് തന്നെ ചെയ്യുക. രാവിലെ തന്നെ കുളിക്കുക. കുളിച്ചതിന് ശേഷം ഡിവൈനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുക. മെഡിറ്റേഷൻ എപ്പോഴും നിലത്തിരുന്ന് ചെയ്യുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ് കേട്ടോ. ഒരു പായ വല്ലം വിരിച്ചിട്ട് ഒരു മാറ്റ് വല്ലം ഇട്ടിട്ട് അതിൽ വേണം ഇരിക്കാൻ. വെറും നിലത്ത് ഇരിക്കരുത്. ചമ്രം പടിഞ്ഞിരിക്കുക. അതേപോലെ നിങ്ങളുടെ കൈ മുട്ട് വരുന്ന ഭാഗത്ത് ഫോട്ടോ ഞാൻ ഇട്ടേക്കാം അതിൻ്റെ. ഓക്കെ, എന്താണ് ആ പൊസിഷൻ എന്നുള്ളത്. ചമ്രം പടിഞ്ഞ് മെഡിറ്റേഷൻ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ സന്യാസിമാരൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? വിരൽ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, മുട്ടിൻ്റെ ഭാഗത്തേക്കായിട്ട് വയ്ക്കുക. ചിന്മുദ്ര. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. തല സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. തല തൂക്കിയിട്ടിട്ടൊന്നും ഇരിക്കരുത്. കണ്ണടച്ചിരിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി മനസ്സൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 to 12 ടൈംസ് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ഭയങ്കര സ്പീഡിലല്ല, പതുക്കെ ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മൈൻഡ് ബ്ലാങ്ക് ആക്കി വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒന്നും ആലോചിക്കാതെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഇഷ്ട ദൈവത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രം ചെറിയ രീതിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓം നമഃ ശിവായ, ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ എന്ത് മന്ത്രമാണെങ്കിലും ഓക്കെ, ആ ഒരു ചെറിയ രീതിയിലുള്ള മന്ത്രം, ഒറ്റ വരിയിലുള്ള മന്ത്രം, അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുക. കണ്ണടച്ചിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ആ മന്ത്രത്തിൽ മനസ്സ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യമേ കയറി ഞാൻ അരമണിക്കൂർ ഇരിക്കും എന്നൊന്നും പറയില്ല. ഒരു 15 മിനിറ്റ്സ് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഗ്രാജുവലായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടിത്തുടങ്ങുമ്പോൾ പതുക്കെ അതിൻ്റെ ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. അതേപോലെ മനസ്സ് വോണ്ടർ ചെയ്യും കേട്ടോ. നിങ്ങൾ മന്ത്രം ജപിക്കാൻ ട്രൈ ചെയ്താലും മനസ്സ് അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് തോട്ട്സ് വരും. അതൊക്കെ ഓക്കെയാണ്. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമുക്ക് വീട്ടിലത്തെയും നാട്ടിലത്തെയും ടെൻഷൻസൊക്കെ ആ സമയത്ത് വരും. അത് നോർമലാണെന്ന് മനസ്സിലാക്കുക. അതിൽ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ റിപ്പീറ്റഡായിട്ട് കുറേ നാൾ ചെയ്യുമ്പോഴേ ഇത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വ്യത്യാസം വരും. നിങ്ങൾ ഇത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത് വേറൊരു റെമഡി, ഒരു കുഞ്ഞ് റെമഡി ഞാൻ പറഞ്ഞുതരാം. അതായത് റിലേഷൻഷിപ്സൊക്കെ പെട്ടെന്ന് ബെറ്റർ ആക്കാൻ ഉള്ളൊരു കുഞ്ഞ് റെമഡി ഉണ്ട്. അതായത് നിങ്ങളുടെ സ്പൗസുമായിട്ട് വഴക്കിട്ടിട്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കൂ. കുഞ്ഞു വഴക്കാണ് നിങ്ങൾക്ക് വിചാരിച്ചാൽ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതായത് പഴയൊരു സ്പാർക്ക് നിങ്ങളുടെ റിലേഷനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ എയ്തർ നിങ്ങൾക്ക് റോസ് ക്വാർട്സ് കേട്ടിട്ടുണ്ടോ? റോസ് ക്വാർട്സ് ഇസ് എ ക്രിസ്റ്റൽ. ഓക്കെ, ഇത് ഞാൻ ഇട്ടിരിക്കുന്ന റോസ് ക്വാർട്സ് ആണ്. ദിസ് ഡെവലപ്പ് സെൽഫ് ലവ്. ഓക്കെ, സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യും. നിങ്ങളുടെ റിലേഷൻഷിപ്പും അത് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടിട്ടത് നമ്മുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണം. അത് ഇടുന്ന സമയത്ത് ഞാൻ സെൽഫ് ലവ് ആണ് ഇട്ടത്. ഓക്കെ, അങ്ങനെയാണ് ഞാനത് ധരിച്ചു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ഇടാം നിങ്ങൾക്ക്. അതും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് വെരി എഫക്റ്റീവ് റെമഡി ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെ കയ്യിലും പെർഫ്യൂംസ് കാണുമല്ലോ. പെർഫ്യൂംസ് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് എന്താ പറയുക, ലോക്കൽ ചീപ്പായിട്ടുള്ള, ഐ എം സോറി ടു സേ ദിസ്, വളരെ വില കുറഞ്ഞ
ടൈപ്പ് പെർഫ്യൂംസ് ഉപയോഗിക്കരുത്, നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും കേട്ടോ. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം തന്നെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ ഓയിൽ ബേസ്ഡ് പെർഫ്യൂംസ് കിട്ടും, അറിയില്ല, റോൾ ഓൺ ചെയ്യുന്ന പോലത്തെ നമുക്ക് ഖാദിയിലൊക്കെ കിട്ടും ഒറിജിനൽ പെർഫ്യൂംസ്. അത് ഉണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പെർഫ്യൂം, ഓക്കെ, അത് വേണം. അത് റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഓക്കെ. നിങ്ങളുടെ വീനസിനെ അത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കും. വളരെ സിമ്പിൾ റെമഡിയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം, സംഭവിക്കും. കാരണം ഞാൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഒരു സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാൻ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് സഹായിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിൾ റെമഡിയാണ് ഇത്. ഒരു സ്പെല്ലോ കാര്യങ്ങളോ ഒന്നുമല്ല. സിമ്പിൾ പെർഫ്യൂം, നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വീനസ് മൗണ്ട് അറിയാമോ? ഈ ഭാഗം, നിങ്ങളുടെ തമ്പിൻ്റെ തൊട്ട് താഴെ പൊങ്ങി നിൽക്കുന്ന ഭാഗമില്ലേ, ഇവിടെ നിങ്ങൾക്ക് കുളിച്ച് കഴിഞ്ഞ് നിങ്ങൾ സ്പ്രേ യൂസ് ചെയ്യുമല്ലോ. സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തും കൂടെ ഒരു 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്യുക. ലേഡീസിന് ലെഫ്റ്റ് ഹാൻഡിൽ, ജെൻസിന് റൈറ്റ് ഹാൻഡിൽ സെയിം സ്പേസിൽ സ്പ്രേ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ മൗണ്ട്സ് തമ്മിൽ ഒന്ന് റബ്ബ് ചെയ്യുക ഇങ്ങനെ, ഓക്കെ, റബ്ബ് ചെയ്യുക. അവിടെ വേറെ ഇൻറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ ചെയ്യുന്നത് വീനസിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. കാരണം വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ലക്ഷറീസ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാനറ്റാണ്, ഓക്കെ. അതുപോലെ നിങ്ങൾ വേറെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് ചെയ്യാനുള്ളത് രാവിലെ തന്നെ കുളിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ വൈകുന്നേരം വരെ കുളിക്കാതെ അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. മുടി കോമ്പ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ എപ്പോഴും അഴിച്ചിട്ടിട്ട് നടക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. കഴിയുന്നതും വീട്ടിൻ്റെ അകത്തെങ്കിലും മുടി കെട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ കീറിയ ഡ്രസ്സസ് ഒന്നും ഇടരുത്, ഓക്കെ. റെഗുലറായിട്ട് തന്നെ എപ്പോഴും ഒന്ന് വെൽ ഡ്രസ്ഡ് ആയിട്ട് പ്രസൻറ്റബിൾ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക, ഓക്കെ. വൃത്തിയായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ കറുപ്പ് ഇതായിട്ടുള്ള വസ്ത്രങ്ങൾ, എന്താ പറയുക, ഒരു ബ്ലാക്ക് ഇത് വരില്ലേ, ഡോട്ട്സ് വരില്ലേ ഡ്രസ്സിൽ, നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഡിസ്കാർഡ് ചെയ്യുക. കീറിയതൊക്കെ കളയുക കേട്ടോ. അതൊന്നും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇതൊക്കെ വീനസ് എന്ന് പറയുന്നത് ശുക്രനാണ്, ഓക്കെ. ശുക്രൻ ഉദിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ പ്ലാനറ്റിനെ ഒന്ന് സ്ട്രോങ് ആക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. പുള്ളി വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഈ ശുക്രൻ. അപ്പോൾ പുള്ളിക്ക് ലക്ഷറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂം തന്നെ യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് രൂപ വിലയുള്ളതൊന്നും അല്ല. നിങ്ങളുടെ ഹെൽത്തും കൂടെ ആലോചിച്ചിട്ട് വേണം. നമ്മൾ ദേഹത്തടിക്കുകയാണ്, അപ്പോൾ ഹെൽത്തും കൂടെ നോക്കിയിട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. തീരെ ചീപ്പായിട്ടുള്ള പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കരുത്. ഡെയിലി പെർഫ്യൂം ഉപയോഗിച്ച് ശീലിക്കൂ. നിങ്ങൾ ഒരു 1 മന്ത് ഇതൊന്ന് ചെയ്തു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ സ്വയം കുറച്ച് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തോട്ട്സിൽ നിന്നും കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഡിറ്റാച്ച്മെൻറ്റ് ശീലിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്തേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരും. അത് അങ്ങനെയാണ് കേട്ടോ. കാരണം നിങ്ങൾ അവരുടെ പുറകെ ഓടും തോറും അവർ നിങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുമാറിപ്പോവും. നിങ്ങളൊരു ഡിറ്റാച്ച്മെൻറ്റ് അവർക്ക് അവിടെ ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ദേ വിൽ കം ബാക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ ലോജിക്ക് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. വളരെ ചെറിയൊരു റെമഡിയാണ്. നമ്മൾ സ്വയം സമ്പാദിക്കാനും ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ ഇത് പുഷ് ചെയ്യും. ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന കാര്യം ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു സെൽഫ് ലവ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവേ എപ്പോഴും ഈ പറഞ്ഞ രീതികൾ പാലിക്കുന്ന ഒരാളാണ്, ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിക്കുക, എനിക്ക് മെഡിറ്റേഷൻ കാര്യങ്ങൾ അതൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പാലിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഗുരുവാണ് ഈ പറഞ്ഞു തന്നത്. ഇതൊന്ന് ചെയ്ത് നോക്കൂ. കൂടുതൽ ഒരു സെൽഫ് ലവ്, സെൽഫ് ഫോക്കസ് ഒക്കെ, കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ഇത് സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഈ സ്പ്രേ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നോക്കൂ. നിങ്ങളുടെ പാർട്ട്ണർ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാവരും തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം നല്ലോണം തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഒന്ന് ചെയ്തു നോക്കൂ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കൂടെ ഒന്ന് ഞാൻ നോക്കിത്തരാം. Divine, please guide what is the current energy of my viewers' person towards them.
What is the current energy of my viewers person towards them? Please guide me on what is the current energy of my viewers person towards them. What is the current energy of my viewers person towards them? Please guide. What is the current energy of my viewers person towards them? ഇതെങ്ങനെ എടുക്കാതിരിക്കും? ലവേഴ്സ് സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഉറക്കം അവർക്ക് ശരിയായിട്ടില്ല ഇന്നലെ. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാം. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. ചിലർക്കെങ്കിലും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി പൊസസീവാണ്, നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നിവർ വിചാരിക്കുന്നു. ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണ്, പക്ഷെ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതാണ് സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആയിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്നവർ വിചാരിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട്, സ്നേഹവും ഉണ്ട്. കാരണം ലവേഴ്സ് കാർഡാണ് അവിടെ. നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ്, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെന്ന് തന്നെ ഇവർ വളരെ തീവ്രമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നിമിഷം കറണ്ട് എനർജിയാണ് നമ്മൾ നോക്കിയത്. നിങ്ങളിത് കാണുന്ന സമയമുള്ള തോട്ട്സായി പറയുന്നത്. നിങ്ങളെ പ്രതി ഒരു ഹൈലി പൊസസീവ് ആണ് കേട്ടോ. നിങ്ങളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന കാര്യമൊന്നും അവർക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഓക്കെ, ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ആ ഡിസ്റ്റൻസ് തരണം ചെയ്ത് ഒരു ഇമ്പൾസീവ് ആക്ഷൻ എടുത്തിട്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരണം എന്ന് തന്നെയാണ് ഇവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിവ് മീ സം മോർ കാർഡ്സ്. ചിലർക്കെങ്കിലും ഒരു അൺഎക്സ്പ്രസ്ഡ് ലവായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് കണ്ടോ, അൺഎക്സ്പ്രസ്ഡ് ലവ് ആണത്. ഉള്ളിൽ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് ഇവർ പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെയും അവർ എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ അവരെന്താ തീരുമാനിച്ചിരിക്കുന്നത്? മുന്നോട്ട് തന്നെ പോകാം, ഡിവൈനിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാം എന്ന് അവരൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. അതിനെപ്പറ്റിയാണ് അവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീ 2 or 3 more cards. കറണ്ട് എനർജി ഇസ് എ ബ്യൂട്ടിഫുൾ എനർജി അല്ലേ? എന്ന് എംപ്രസ്, ഞാൻ നീ എക്സ്പ്ലെയിൻ ചെയ്യണോ? എംപ്രസ് കാർഡ്, എംപ്രസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി ഹൈലി 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 അട്രാക്റ്റഡ് ആണ്, ഹൈ റെസ്പെക്റ്റ് ആണ്. നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ കാണുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ ആയിട്ട് നിങ്ങളെ കാണുന്നു കേട്ടോ. അതിലും വലിയ റെസ്പെക്റ്റ് തരാനില്ലല്ലോ. അതുപോലെ നിങ്ങളുടെ പെരുമാറ്റമായാലും നിങ്ങളുടെ കാണാൻ ഉള്ള കാഴ്ചയിൽ നിങ്ങളെങ്ങനെയാണോ അതുമൊക്കെ ഇവർക്ക് ഭയങ്കര ഇമ്പ്രസീവാണ്. മറ്റുള്ളവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ അവർ മറ്റുള്ളവരിങ്ങനെ പുകഴ്ത്തി പറയില്ലേ, അവരെ പോലെ ഒരാൾ എത്ര നല്ലതാണ്, അതൊക്കെ കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെ പ്രതി ഇംപ്രസ്ഡ് ആണ്, ഹൈലി ഇംപ്രസ്ഡ് ആണ്, ഒരുപാട് സ്നേഹവുമാണ്. ഓ, റീയൂണിയൻ, അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് ഒരു സെലിബ്രേഷനിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല, നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പം മറ്റു ആൾക്കാരും കാണുമായിരിക്കും. പക്ഷേ അതൊരു റീയൂണിയനായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഈവൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവർ പോലും അതിൽ നിന്ന് പുറത്ത് വന്ന് ഒരു റീയൂണിയനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് അവരതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, ബ്യൂട്ടിഫുൾ എനർജി അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, വീഡിയോ ഞാൻ വൈകുന്നേരം പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് കാണുക. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ, ഒരുപാട് ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. ഈ സ്ട്രെസ്സ്, ഈ ഓവർ തിങ്കിങ് ഒക്കെ ഒരുപാട് കുറയും. ഓക്കെ, അതേപോലെ വേറെ എന്താണ്, ഫെയ്ത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ മാത്രം ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചെയ്തേക്കുക. ഓക്കെ, കാരണം നമ്മൾ തമ്മിലുള്ള ലിങ്ക് സബ്സ്ക്രിപ്ഷനാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.